പുതുക്കിയ ആധാർ എന്തുകൊണ്ടാണ് പോസ്റ്റിൽ വരാത്തത്? ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആധാറിനെ കുറിച്ച് തന്നെയാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ കുട്ടികളെ ആധാർ പുതുക്കിയാൽ മിക്കവാറും അത് പോസ്റ്റിൽ വരാറില്ല. എന്തുകൊണ്ടാണ് ഇത് പോസ്റ്റിൽ വരാത്തത്? പല ആളുകൾക്കും പരാതിയാണ്, ആധാർ പുതുക്കാൻ കൊടുത്തിട്ട് 2 മാസമായി, 5 മാസമായി, 1 വർഷമായി, ഇതുവരെ ആധാർ പുതുക്കിയിട്ട് പോസ്റ്റിൽ വന്നിട്ടില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഏത് സെൻറ്ററിൽ നിന്നാണോ ആധാർ പുതുക്കാൻ കൊടുത്തത്, ആ സെൻറ്ററിന് യഥാർത്ഥത്തിൽ ഈ ആധാർ പോസ്റ്റിൽ വരുന്നതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്. ഞാനിത് സൂചിപ്പിക്കാനുള്ള കാരണം, ചില ആളുകൾ പരാതി പറയാറുണ്ട് നമ്മളോട്, ഇങ്ങനെ ആധാർ പുതുക്കാൻ കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല, എന്തുകൊണ്ടാണ് നിങ്ങളത് അയക്കാത്തതെന്ന് ചോദിക്കലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പോസ്റ്റിൽ അത് അയക്കാത്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ സെൻറ്ററിൽ നിന്നാണ് ഈ ആധാർ കാർഡ് അയക്കുന്നതെന്നാണ് പൊതുവെ ആളുകളുടെ ധാരണ. ഒരിക്കലുമല്ല. UID അതോറിറ്റിയുടെ ബാംഗ്ലൂർ ഓഫീസിൽ നിന്നാണ് ഈ ആധാറുകളൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അവരാണ് അത് അയക്കേണ്ടത്. അപ്പോൾ പല ആധാർ കാർഡുകളും പോസ്റ്റിൽ വരുന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്, സത്യം തന്നെയാണ്, ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഞാനിത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, സൂചിപ്പിച്ചതന്നേ ഉള്ളൂ. ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. ഇതിൻ്റെ നിജസ്ഥിതി, സത്യാവസ്ഥ ഇങ്ങനെയാണ്. നിങ്ങൾ എടുക്കുന്ന സെൻറ്ററിൽ നിന്നല്ല ആധാർ കാർഡ് അയക്കുന്നത്, ഈ ബാംഗ്ലൂർ ഓഫീസിൽ നിന്നാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അവരാണ് പ്രിന്റ് ചെയ്ത് അയക്കേണ്ടത്. അപ്പോൾ പല ആധാറുകളും അയക്കുന്നില്ല. പിന്നെ ആധാറിൻ്റെ കാര്യത്തിൽ ഒരു ഗുണം എന്താ വെച്ചാൽ, നമുക്ക് ഒറിജിനൽ ആധാർ കാർഡ് പോസ്റ്റിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ആധാറിലുള്ള മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തതിലേക്ക് OTP വരും. ആ OTP വെച്ച്, അഥവാ ആധാർ കാർഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡൗൺലോഡ് ചെയ്ത് എടുത്ത് അത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതായത് സർക്കാർ പറയുന്നത്, ഈ ആധാർ ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഒറിജിനൽ ആധാർ കാർഡ് പോലെ തന്നെ അത് ഉപയോഗിക്കാം, പോസ്റ്റിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഉദാഹരണം പറയുകയാണ്, നമ്മളൊരു പാസ്പോർട്ട് പുതുക്കാനോ അല്ലെങ്കിൽ പുതിയ പാസ്പോർട്ടിന് അപേക്ഷ കൊടുത്തു, നമ്മൾ ആധാർ കാർഡിൽ തെറ്റ് സംഭവിച്ചിരുന്നു, നമ്മൾ എന്ത് ചെയ്തു? അത് തിരുത്താൻ കൊടുത്തു. ഉദാഹരണം പറയുക, ഒരാളുടെ പേര് തെറ്റായിരുന്നു, SLC പ്രകാരമുള്ള പേരല്ല ആധാറിലുള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്യും? പൊതുവെ സ്വാഭാവികമായിട്ടും പേര് ശരിയാക്കാൻ കൊടുക്കും. അങ്ങനെ ശരിയാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പോസ്റ്റിൽ വരുവോളൊക്കെ ചിലവർ വെയിറ്റ് ചെയ്യും. അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ആ ആധാർ ഡൗൺലോഡ് ചെയ്യുക, ഒരു കളർ കോപ്പി എടുത്ത് നമുക്കൊന്ന് ലാമിനേഷൻ ചെയ്ത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ട് ഓഫീസിൽ പോവുക, നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആധാറുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ ചില കേസിൽ ചില ആളുകൾ പറയാറുണ്ട്, കുട്ടിയുടെ ആധാർ 3 പ്രാവശ്യം കൊടുത്തു അല്ലെങ്കിൽ 4 പ്രാവശ്യം കൊടുക്കുന്നതൊക്കെ റിജക്റ്റ് ചെയ്യാണ് UID എന്ന് പറയും. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ? അപ്പം അങ്ങനെ നമ്മൾ കൊടുക്കുന്നതൊക്കെ റിജക്ഷൻ വരുമ്പോൾ അതിനൊരു കാരണം ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഇങ്ങനെ റിജക്ഷൻ വരുന്നത്, അല്ലെങ്കിൽ UID റിജക്റ്റ് ചെയ്തത് നമ്മൾ അപേക്ഷ പുതുക്കാൻ കൊടുക്കുന്നത്? അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ, വീണ്ടും പിന്നെ കൊടുത്തിട്ട് കാര്യമില്ല. അതിന് ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ, ആധാർ കാർഡിൻ്റെ കസ്റ്റമർ കെയർ നമ്പറായ 1947, ഇതാണ് ആധാർ കാർഡിൻ്റെ കസ്റ്റമർ കെയർ നമ്പർ. അതായത് നമ്മൾ മറക്കേണ്ട കാര്യമില്ല. കാരണം 1947 എന്ന് പറയുമ്പോൾ നമ്മളെ ഇന്ത്യക്കാരും ഒക്കെ സംബന്ധിച്ച് എന്താണ്, 1947 നമ്മൾ മറക്കാത്തൊരു ഇയറാണ് അല്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണ്. അതുകൊണ്ട് പിന്നെ അത് നമുക്ക് ഓർക്കാൻ സുഖമാണ്. അപ്പോൾ 1947 നമ്മൾ വിളിച്ചിട്ട് ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാം. കാര്യം പറയാം, എൻ്റെ കുട്ടിയുടെ ആധാർ ഇങ്ങനെ പുതുക്കാൻ കൊടുത്തിട്ട് ഇത്ര പ്രാവശ്യം കൊടുക്കുന്നതൊക്കെ റിജക്റ്റ് ആവുകയാണ്, അല്ലെങ്കിൽ ശരിയാവുന്നില്ല, അല്ലെങ്കിൽ കൊടുത്തത് തന്നെ ഇപ്പോൾ 2-3 മാസമായി, ഇതുവരെ അത് പ്രോസസ്സിങ്ങിൽ നിന്നാണ് കാണിക്കുന്നത്. ഞങ്ങൾ എടുത്ത സെൻറ്ററിൽ അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണ്? ഇത് പ്രോസസ്സിങ്ങിലാണ്, ഇത് അപ്രൂവ് ആയിട്ടില്ല അല്ലെങ്കിൽ റിജക്റ്റും ആയിട്ടില്ല. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. നമ്മളൊരു ആധാർ എടുത്തു, നമുക്ക് അർജന്റ് ആയിരിക്കും, അന്നേരം നമ്മളിത് ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്രോസസ്സിങ് അങ്ങനെ ആകുമ്പോഴേ പ്രശ്നം എന്താ വെച്ചാൽ, നമുക്ക് വീണ്ടും ഒരു അപേക്ഷ കൊടുക്കാൻ കഴിയില്ല. കാരണം ഇത് ഒന്നുകിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവണം. ഒന്നുകിൽ ഇത് അപ്രൂവ്ഡ് ആണ്, അപ്രൂവ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ അത് ഓക്കെ ആയി എന്നർത്ഥം. നമ്മൾ എന്താണ് അതിൽ ഉദ്ദേശിച്ചത് അത് റെഡിയായി, പുതുക്കാൻ കൊടുത്താണെങ്കിൽ അത് ശരിയായി, അല്ലെങ്കിൽ പേര് തിരുത്താനോ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാനൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് ഓക്കെ ആയി എന്നർത്ഥം. അതേസമയം റിജക്ഷൻ ആണ് കാണിക്കുന്നത്, റിജക്റ്റഡ് എന്നാണ് മെസ്സേജ് വന്നതെങ്കിൽ എന്താണ്? നിങ്ങളുടെ അപേക്ഷ തള്ളി എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനടിയിൽ തന്നെ പറയുന്നുണ്ടാവും, റീഎൻറോൾ, വീണ്ടും ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ചെയ്യണം. അപ്പോൾ അതിലെൻ്റെ റീസണ് പറയുന്നുണ്ടാവും, ഇന്ന കാരണം കൊണ്ടാണ് റിജക്റ്റ് ചെയ്തത്. പക്ഷെ അതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ
ഉദാഹരണം ചിലപ്പോൾ പറയും നിങ്ങൾ വെച്ച പ്രൂഫ് ശരിയല്ല എന്ന് പറയും, അല്ലെങ്കിൽ നിങ്ങൾ സ്കാൻ ചെയ്തത് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ്, നിങ്ങളെ സ്കാനിങ് പുവർ ക്വാളിറ്റിയാണ്, ക്വാളിറ്റി കുറവായതുകൊണ്ട് ഞങ്ങൾ റിജക്റ്റ് ചെയ്തു, വായിക്കാൻ വൈകി അങ്ങനെയൊക്കെ പറയും. പക്ഷെ അതേ സ്കാനർ ഉപയോഗിച്ച് അതേ രേഖ തന്നെ രണ്ടാമത് ചെയ്താൽ ചിലപ്പോൾ ശരിയാവുകയും ചെയ്യും. അതാ രസം. അപ്പോൾ ആധാറിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു കാര്യം ഇപ്പോൾ ഒരു ഗ്യാരണ്ടി ഞാൻ മറ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. ശരിയായതിന് ശരിയാവുള്ളൂ എന്ന് തന്നെ പറയണം. അതാണ് അവസ്ഥ. അതായത് ഒരു പ്രൂഫ് വെച്ചിട്ട് റിജക്റ്റ് ചെയ്ത ആ സെയിം കസ്റ്റമർ തന്നെ നമ്മൾ വീണ്ടും അതേ പ്രൂഫ് വെച്ചിട്ട് അതേ മെഷീനിൽ ആ സെൻറ്ററിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവുകയും ചെയ്യും. അതാണ് അവസ്ഥ. നമ്മൾ അനുഭവങ്ങളാണ് ഈ പറഞ്ഞിട്ടോ, ഞാൻ നിങ്ങളോട് നമ്മൾ അനുഭവം പങ്കുവെക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ മലയാളം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മലയാളത്തിന് വേണ്ടി 3 അമർത്താനൊക്കെ പറയും, അപ്പോൾ 3 അമർത്തി കൊടുക്കുക. പിന്നെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറയും, അപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യാൻ അതിൽ പറയും ഏത് നമ്പറാണ് പ്രസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് അവരെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവുമായി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട്, എക്സിക്യൂട്ടീവിനോട് സംസാരിച്ചാൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ, കാര്യങ്ങൾ എന്താണ് നമ്മൾ പ്രശ്നങ്ങൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ 9 അമർത്താൻ പറയും. അപ്പോൾ 9 നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എക്സിക്യൂട്ടീവിനെ കിട്ടും, അവരോട് കാര്യങ്ങളൊക്കെ ശരിക്കും പറയാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ നമ്മളൊരു കംപ്ലൈൻ്റ് ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത്, അഥവാ 1947 വിളിക്കുന്നതിന് മുമ്പ് നമ്മളെ ആധാർ കാർഡ് എടുത്തപ്പോൾ കൊടുത്ത നമുക്ക് കിട്ടിയ സെൻറ്ററിൽ നിന്ന് കിട്ടിയ എൻറോൾമെൻറ്റിൻ്റെ അതായത് ഒരു റെസിപ്റ്റ് ഉണ്ടാവും, പ്രിൻ്റ് ഔട്ട്. ആ റെസിപ്റ്റ് നമ്മൾ ഒരിക്കലും അക്നോളജ്മെൻറ്റ് റെസിപ്റ്റ് അതൊരിക്കലും കളയാൻ പാടില്ല, അത് നമ്മളെ കയ്യിൽ വേണം. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ നമ്മൾ കുട്ടിയുടെ പേര് പറഞ്ഞിട്ട്, ഉദാഹരണം പറയുകയാണെങ്കിൽ കുട്ടീൻ്റെ പേര് പറഞ്ഞു ഫാത്തിമ റിൻഷ എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടീൻ്റെ ആധാർ പുതുക്കാൻ കൊടുത്തിട്ട് 4 മാസമായി ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ സാറേ എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവർ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താ, നിങ്ങളെ എൻറോൾമെൻറ്റ് നമ്പർ പറയൂ, എൻറോൾമെൻറ്റ് ID പറയൂ എന്ന് പറയും. അപ്പോൾ നമ്മളെ കയ്യിൽ ആധാർ പുതുക്കാൻ കൊടുത്ത കുട്ടിയ റെസിപ്റ്റ് ഉണ്ടാവും, ആ പ്രിൻ്റ് ഔട്ട്, കുട്ടിയുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇത് കുട്ടികളത് മാത്രമല്ല കേട്ടോ, ആരതും കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വലിയൊരാളത് ഒരു പേര് തിരുത്താൻ കൊടുത്തു, ശരിയായില്ലെങ്കിലും ഇതേ മെത്തേഡിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യട്ടെ. ഞാൻ കുട്ടികളതെന്ന് പറയാൻ കാരണം കുട്ടികളതാണ് കൂടുതലും വരാതെക്കുന്നത്, വലിയവരും വരാതെക്കുന്നുണ്ട്. പുതുക്കാൻ കൊടുത്തത് പൊതുവെ വരൽ വളരെ കുറവാണ്. തീരെ വരൂല എന്നോ അല്ലെങ്കിൽ വേണ്ടി ഒരു കാരണവശാലും ഇനി ആധാർ കാർഡ് പുതുക്കിയാൽ പോസ്റ്റിൽ അയക്കൂല എന്നുള്ളൊരു നിയമമില്ല കേട്ടോ. ചിലതുകളൊക്കെ വരുന്നുണ്ട്, അങ്ങനെയുണ്ട്, ഒരിക്കലും വരില്ല എന്നുള്ള നിയമമില്ല. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവന്ന RC ലൈസൻസ് കൂട്ടത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ വാഹനത്തിൻ്റെ പുതിയ RCകളൊന്നും പോസ്റ്റിൽ വരുന്നില്ല നിയമമുണ്ട്, അതുകൊണ്ട് ഒരിക്കലും പോസ്റ്റിൽ വരില്ല. അതേപോലെ ലൈസൻസ് നമ്മൾ ഇനി പുതുക്കാൻ കൊടുത്താൽ അല്ലെങ്കിൽ പുതിയ ലൈസൻസുകളൊന്നും ഇപ്പോൾ പോസ്റ്റ് വഴി വരുന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ നമ്പറൊക്കെ വെച്ച് ഡൗൺലോഡ് ചെയ്തെടുക്കുക, എന്നിട്ട് നമ്മൾ കാർഡാക്കുക. ഇപ്പോൾ ഒരുവിധ സെൻറ്ററുകളിലൊക്കെ കാർഡാക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഈ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എൻറോൾമെൻറ്റ് നമ്പർ അവർ ചോദിക്കുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എന്താണ് എൻറോൾമെൻറ്റ് നമ്പർ, എവിടെയാണ് എൻറോൾമെൻറ്റ് നമ്പർ ഉണ്ടാവുക, എൻറോൾമെൻറ്റ് ID അല്ലെങ്കിൽ നമ്പർ ഉണ്ടാവുക നമ്മൾ ആ റെസിപ്റ്റിൻ്റെ ഏറ്റവും ഇടത് ഭാഗത്ത് തുടങ്ങുന്ന നമ്പറാണ്. അതിപ്പോൾ അക്ഷയിൽ നിന്നൊക്കെ എടുത്ത നമ്പർ ആധാർ ആണെങ്കിൽ 2003 സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഒരു 5 അക്കം ഉണ്ടാവും, മെഷീൻ ID എന്ന് പറയും. പിന്നെ നമ്മളൊരു നമ്പറും ഉണ്ടാവും. അപ്പോൾ അത് ഫുള്ള് നമ്മൾ തെറ്റാതെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഈ എൻറോൾമെൻറ്റ് ID ഫുള്ള് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താ വരിക, അതിൻ്റെ നേരെ വലത് ഭാഗത്ത് എന്നാണ് എടുത്തതെന്ന് ഇവർ ചോദിക്കും, ഡേറ്റ് ചോദിക്കും, നിങ്ങൾ എടുത്ത ഡേറ്റ് പറയും. അപ്പോൾ അതിൻ്റെ നേരെ വലത് ഭാഗത്ത് ഉണ്ടാവും ഡേറ്റ്. അത് ആ ഡേറ്റ് പറഞ്ഞു കൊടുത്താൽ ഉടനെ അവർ ചോദിക്കും നിങ്ങളെ പിന്നെ ടൈം പറയാറ്. അപ്പോൾ അതിലുണ്ടാവും 10:12:48. ഉദാഹരണം പറയുകയാണ് 10 മണിക്ക് 12 മിനിറ്റിൽ 48 സെക്കൻഡിലാണ് ഞാൻ എടുത്ത, സെക്കൻഡ് അടക്കം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവർ സിസ്റ്റത്തിൽ അടിക്കുമ്പോൾ അവർ പറയും ഇത് ഇന്ന പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യ്, ഏതായാലും ഞങ്ങളൊരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ആ രജിസ്റ്റർ ചെയ്ത് നമ്മൾ ഈ കസ്റ്റമർ കെയറിൽ നമ്മൾ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്ത് അഥവാ കോൾ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു SMS ആയിട്ടൊരു കൺഫർമേഷൻ മെസ്സേജ് വരും, നിങ്ങൾ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ രജിസ്റ്റർ നമ്പർ ഇതാണ്, ഇത് നിങ്ങൾ സൂക്ഷിച്ചോളൂ, ഫോർ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി ഇത് കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജൊക്കെ വരും. കാരണം പിന്നെ ആ നമ്പർ വെച്ചിട്ട് നമുക്കത് എന്തായി എന്ന് വേണമെങ്കിൽ സൈറ്റിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഒന്നുകൂടി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കസ്റ്റമർ കെയറിൽ വീണ്ടും വിളിച്ചിട്ട് 1947 വിളിച്ചിട്ട് ഞാനിങ്ങനെ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിരുന്നു, അപ്പോൾ ആ രജിസ്റ്റർ നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, അത് റെഡി ആയിട്ടുണ്ടോ, അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ, അതിപ്പോൾ ഒരു പറയും, അതിൻ്റെ തീർപ്പ് ഒരു പറയും, വീണ്ടും ചെയ്യണമെങ്കിൽ ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. ഞാൻ ഇതുമായൊക്കെ ബന്ധപ്പെട്ട് കുറേ ആളുകൾ ഇങ്ങനെ പല സംശയങ്ങളും ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഞാൻ അതാണ് കൂടുതലും ആധാറിൻ്റെ വീഡിയോ തന്നെ ചെയ്യുന്നത്. ആളുകൾ കൂടുതൽ സംശയം ആധാറുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ നൗസലാം ടെക് വറ്റ്ലൂർ സൈനിങ് ഔട്ട്.
താങ്ക് യു.